കൊള്ളായിരുന്നോ? ലാലേട്ടന് ഇഷ്ടപ്പെട്ടോ? നല്ല ഇഷ്ടമാണല്ലോ. മോഹൻലാലിനാണ് ഏറ്റവും ഇഷ്ടപ്പെട്ടത്. ശോഭന ചേച്ചിയെ കുറെ നാൾക്ക് ശേഷം അവരൊരു കോമ്പിനേഷൻ വന്നപ്പോൾ അടിപൊളിയായിട്ടുണ്ട്. ദൃശ്യം പോലെ നന്നായിരുന്നു. നമ്മൾ പഴയ മോഹൻലാലിനെയും എല്ലാം കാണാൻ പറ്റുന്നുണ്ട് ബിഗ് സ്ക്രീനിൽ. ഭയങ്കര ഹാപ്പിയാണ്. നന്നായിരുന്നു, നല്ല പടമായിരുന്നു. മോഹൻലാലിന്റെ പഴയ സിനിമ രീതിയിലുള്ള ഒരു തിരിച്ചുവരവാണ്. ഇഷ്ടപ്പെട്ടു. പ്രത്യേകിച്ച് മോഹൻലാലായോണ്ട് ശോഭന ഇഷ്ടമാണ്. മോഹൻലാൽ നന്നായിട്ട് ബെസ്റ്റായിട്ട് ചെയ്തു. ഹലോ സിനി ഫൈൽസ് തുടരും. കുടുംബ പ്രേക്ഷകർ നെഞ്ചിലേറ്റി തുടർന്നുകൊണ്ടിരിക്കുന്നു. നമുക്ക് പ്രേക്ഷകരിലോട്ട് ചോദിച്ചു നോക്കാം. നല്ല പടമായിരുന്നു. മോഹൻലാലിനെ ഇഷ്ടപ്പെട്ടോ? നല്ല ഇഷ്ടമാണല്ലോ. എന്നാലും അമ്മ കുറെ കാലങ്ങൾക്ക് ശേഷം ഇങ്ങനൊരു വേഷം പുള്ളിക്കാരനെ കിട്ടുന്ന കൊള്ളാം, നന്നായിരുന്നു. എങ്ങനെ ഉണ്ടായിരുന്നു? രണ്ടാമത്തെ ആഴ്ചയിൽ ഹൗസ്ഫുൾ ആയിട്ട് ഓടിക്കൊണ്ടിരിക്കുകയാണ്. കൊള്ളാം, നല്ല സിനിമ. കൊള്ളാം, നല്ല പടം. വേറെ ഒന്നുമില്ല. എങ്ങനെ ഉണ്ടായിരുന്നു? ഇഷ്ടപ്പെട്ടോ? ലാലങ്കലിനെ കണ്ടോ? ഇഷ്ടപ്പെട്ടോ? എമ്പുരാൻ കണ്ടായിരുന്നോ? എമ്പുരാനാണോ ഇതാണോ ഇഷ്ടപ്പെട്ടത്? ഇതാണോ ഇഷ്ടപ്പെട്ടത്? നല്ല പടമായിരുന്നു. മോഹൻലാലിനെ കുറെ നാൾക്ക് ശേഷം ഇങ്ങനെ കാണുന്നേ. നന്നായിരുന്നു, നല്ല പടമായിരുന്നു. നമുക്ക് ഇഷ്ടപ്പെട്ടോ? നല്ല പടം. പഴയ ഒരു ഫീലിംഗ് ഉണ്ടോ? കൊള്ളാം, അടിപൊളിയായിരുന്നു. കുറെ നാൾക്ക് ശേഷമാണ് ലാലേട്ടനെ ഇങ്ങനെ ഒരു വേദിയിൽ കാണുന്നത്. ഇഷ്ടപ്പെട്ടു. ഇത് എങ്ങനെ അമ്മയ്ക്ക് കാണാൻ തോന്നി? എങ്ങനെ അറിഞ്ഞു? തുടരും പറഞ്ഞു, കണ്ടവരെല്ലാരും പറഞ്ഞു നല്ല മൂവി എന്ന് പറഞ്ഞുകൊണ്ട് കാണാൻ. അമ്മയ്ക്ക് ഇഷ്ടപ്പെട്ടോ? ഇഷ്ടപ്പെട്ടു. പ്രത്യേകിച്ച് മോഹൻലാലായോണ്ട് ശോഭന ഇഷ്ടമാണ്. അവരുണ്ട്. കുറെ വർഷങ്ങൾക്ക് ശേഷമാണ് അവർ തമ്മിലുള്ള ഒരു കോമ്പിനേഷൻ തിയേറ്ററിൽ. അതെ, അതുകൊണ്ട് കാണാൻ വന്നത്. ചേട്ടാ എങ്ങനെ ഉണ്ടായിരുന്നു? വളരെ നല്ല പടം. കുറെ വർഷങ്ങൾക്ക് ശേഷമാണ് നമ്മുടെ ലാലേട്ടനെ പ്രേക്ഷകർ ഇങ്ങനെ കാണുന്നത്. ഇതൊരു കുടുംബ സ്റ്റോറിയാണ്. കുടുംബ സ്റ്റോറി എന്ന് പറയുമ്പോൾ അതിനകത്ത് തന്നെ പറയുന്നുണ്ട് ഇന്ത്യയിൽ പല ഭാഗത്തും നടക്കുന്നതായിട്ടുള്ള ചില ഉച്ചനീചത്വങ്ങളുടെയും അധികാരത്തിൻ്റെയും ഒക്കെ ആയിട്ടുള്ള പ്രതിഫലങ്ങൾ ഉണ്ടാകുന്ന ദുർമരണങ്ങളുടെ ഒരു പ്രതിച്ഛായയാണ്. ഇതിന് കണ്ടിന്യൂറ്റി ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു. വളരെ നാളുകൾക്ക് ശേഷം തന്നെയാണ് ഇങ്ങനെ കണ്ടത്. മോഹൻലാലിന്റെ പഴയ സിനിമ രീതിയിലുള്ള ഒരു തിരിച്ചുവരവാണ്. കുറെ നാൾക്ക് ശേഷമാണ് ഇങ്ങനെ ഒരു മൂവി ലാലേട്ടൻ ചെയ്യുന്നത്. അതെ ഉണ്ടായത്. ഹാപ്പിയാണോ? കുഴപ്പമില്ല. എങ്ങനെ കൊള്ളായിരുന്നു. മോനെ എങ്ങനെ ഉണ്ടായിരുന്നടാ? ഇഷ്ടപ്പെട്ടോ ലാലേട്ടനെ? കൊള്ളായിരുന്നോ? ലാലേട്ടനെ ഇഷ്ടപ്പെട്ടോ? നമ്മുടെ മോഹൻലാലിനെ വീണ്ടും തിരിച്ചു കെട്ടിയാന്ന് എല്ലാരും പറയുന്നത്. നല്ല സിനിമ. ഇഷ്ടപ്പെട്ടോ? എനിക്കിഷ്ടപ്പെട്ടു. കുറെ നാൾക്ക് ശേഷമല്ലേ നമ്മുടെ ലാലേട്ടനെ ഇങ്ങനെ കാണുന്നത്. അതെ. ഫാമിലിയായിട്ട് ഇഷ്ടപ്പെട്ടു. ദൃശ്യം പോലെ നന്നായിരുന്നു. നമ്മുടെ ലാലേട്ടനെ കുറെ നാൾക്ക് ശേഷമാണ് പ്രേക്ഷകർ ഇങ്ങനെ കാണുന്നത്. തീർച്ചയായിട്ടും. വെട്ടും കുത്തും കൊലപാതകങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇങ്ങനെ ഒരു ഫാമിലി മാൻ ആയിട്ട് ആദ്യം തുടങ്ങിയ സമയത്ത് കുറച്ച് ഇതായിട്ട് തോന്നി, അതിനുശേഷം നന്നായിട്ടുണ്ടായിരുന്നു. ഇഷ്ടപ്പെട്ടു. ഹാപ്പിയാണ്. തീർച്ചയായിട്ടും ഇഷ്ടപ്പെട്ടു. ഞാൻ വളരെ കാലത്തിന് മുമ്പാണ് ഇപ്പോൾ ഈ സിനിമകൾ ഇപ്പോഴും കാണുന്നത്. അതിന് പുതിയ സിനിമകൾ ഞാൻ പോകാറില്ല, പക്ഷേ എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. മോഹൻലാൽ നന്നായിട്ട് ബെസ്റ്റായിട്ട് ചെയ്തു. നല്ലതായിട്ട് ഇഷ്ടപ്പെട്ടു. മോഹൻലാലിനാണ് ഏറ്റവും ഇഷ്ടപ്പെട്ടത്. കരയിപ്പിച്ചു കളഞ്ഞോ? നല്ലേ, ഒരുപാട് കരഞ്ഞ്. അവരെയൊക്കെ ഐലൈനറൊക്കെ പോയെന്ന് പറയുന്നത്. ഐലൈനർ പോയോ? എല്ലാരും ഒന്നിനൊന്നും വെച്ചായിരുന്നു. പിന്നെ ശോഭന ചേച്ചിയെ കുറെ നാൾക്ക് ശേഷം അവരൊരു കോമ്പിനേഷൻ വന്നപ്പോൾ അടിപൊളിയായിട്ടുണ്ട്. കൊള്ളാം. ലാലേട്ടനെ കുറെ നാൾക്ക് ശേഷം സ്ക്രീനിൽ ഇതേപോലെ കാണുമ്പോഴത്തേക്കും നന്നായിട്ടുണ്ട്, നല്ല പടമാണ്. ശോഭന ചേച്ചിയായിട്ട് 14-15 വർഷത്തിന് ശേഷമാണ് ഇതേപോലെ ഒരു കോമ്പിനേഷൻ ചെയ്യുന്നത്. എങ്ങനെ വർക്കൗട്ടായി? അവർ തമ്മിലുള്ള കോമ്പിനേഷൻ ഒക്കെ നല്ലതാണ്. സങ്കടം വന്നോ? ലാസ്റ്റ് സങ്കടം വന്നു. അടിപൊളിയാണ്. എമ്പുരാൻ പൃഥ്വിരാജിന്റെ അത്രയും ഹൈപ്പിൽ ഇറങ്ങിയ പടം പിന്നീട് ആയപ്പോഴത്തേക്ക് ഫ്ലോപ്പായി. അങ്ങനെ നോക്കുമ്പോൾ തുടരുവാണ്. തരുൺമൂർത്തി അവിടെ കയറി കത്തിച്ചു എന്ന് പറയാൻ പറ്റും. ഉറപ്പായിട്ടും. ചേട്ടും ഒരു കംബാക്ക് തന്നെ ആവണം. നമ്മൾ പഴയ മോഹൻലാലിനെയും എല്ലാം കാണാൻ പറ്റുന്നുണ്ട് ബിഗ് സ്ക്രീനിൽ. ഭയങ്കര ഹാപ്പിയാണ്. എങ്ങനെ ഉണ്ടായിരുന്നു? സൂപ്പർ. എങ്ങനെ അറിഞ്ഞു? ഇത്ര രണ്ടാമത്തെ ആഴ്ചയിൽ ഹൗസ്ഫുൾ ആയിട്ട് ഓടിക്കൊണ്ടിരിക്കുകയാണ്. എങ്ങനെ അറിഞ്ഞു? അതായത് ബ്രോ ആയിരിക്കുമല്ലോ അമ്മേനച്ഛനല്ലേ? അമ്മേനച്ഛനെ പറഞ്ഞു കൊണ്ടുവന്നെയാണോ? അതെ, നല്ല പടം കൊണ്ടുവന്നേ. ഇഷ്ടപ്പെട്ടു. ഹാപ്പിയാണ്. അപ്പൊ ഹാപ്പി